ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരു അമ്മ എന്ന നിലയിൽ അത്രയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്നെൻ്റെ മൂത്ത മകൻ അമ്പുരു, എല്ലാവർക്കും അറിയാം, അമ്പുരു ആണ്. അവനിന്ന് ആദ്യമായിട്ട് അംഗനവാടിയിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എൻ്റെ മോനെ ഉൾപ്പെടുത്തണേ. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് ഏട്ടനെയാണ് കേട്ടോ. ഏട്ടനും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നതാണ് മോനെയും കൂട്ടിയിട്ട് അംഗനവാടിയിൽ കൊണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഏട്ടൻ ഇവിടെ ഇല്ലാത്തത് കാരണം അതിന് സാധിച്ചില്ല. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അംഗനവാടിയിൽ പോകുമ്പോൾ അവൻ കരയോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മോൻ കരഞ്ഞൊന്നുമില്ല. അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ അംഗനവാടിയിലേക്ക് പോയത്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെയുള്ളൂ അംഗനവാടിയിലേക്ക്. അങ്ങനെ അവൻ അംഗനവാടിയുടെ ഫ്രണ്ടിലെത്തുമ്പോഴും എനിക്കാണ് ടെൻഷനും സങ്കടവും ഉണ്ടായിരുന്നത്. അവൻ അവിടെ ഇരിക്കുമോ എന്താണ് എന്ന് അറിയാണ്ട് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷേ അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ ഇരുന്നത്. അവൻ പിന്നെ ഇടയ്ക്ക് ഈ അംഗനവാടിയിൽ വരാറുണ്ട്. ഇടയ്ക്ക് ഈ പാർക്കുണ്ട് അവിടെ, അതിൽ കളിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ അവന് ചെറിയൊരു പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന പാടെ ഇതാണ് കേട്ടോ അവൻ്റെ ടീച്ചറുടെ പേര് പ്രമീള എന്നാണ്. അങ്ങനെ ആ ടീച്ചറും അതുപോലെ ഹെൽപ്പർ ടീച്ചറും രണ്ടാളും പ്രേമ ടീച്ചർ എന്നാണ് ആ ടീച്ചറുടെ പേര്. അങ്ങനെ അവർ വന്നു, മോനെ കൂട്ടിക്കൊണ്ട് പോയി ഉള്ളിലേക്ക് കയറി. അവിടെ പ്രവേശനോത്സവത്തിൻ്റെ ചെറിയ ഒരുക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരമ്മ എന്ന നിലയിൽ വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് കേട്ടോ. നമ്മുടെ മക്കൾ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്കത് സങ്കടം കൂടിയാണ്. കാരണം എൻ്റെ മോൻ ചെറുതായിരിക്കുകയായിരുന്നു എനിക്കിഷ്ടം. അവൻ വളർന്ന് അവൻ്റെ കരിയറിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പിലേക്കാണ് അവൻ പോയിരിക്കുന്നത്. അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ ചെറിയ തോരണങ്ങളും അലങ്കാരങ്ങളും അതൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ മോൻ ഇവിടെയാണ് ഒരു വർഷം, ഇവനെ സംബന്ധിച്ച് 1.5 വർഷം വരും. 4.5 വയസ്സിലാണ് ഇവൻ LKGയിൽ വരിക. അപ്പോൾ ആ ഒരു 1.5 വർഷം അവൻ ഇരിക്കേണ്ട, അവൻ ചിലവഴിക്കേണ്ട അവൻ്റെ അംഗനവാടിയാണത്. അവന് കൂട്ടായിട്ട് കുഞ്ഞു മക്കളും അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും പരിചയപ്പെട്ടു. അങ്ങനെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് പരിചയപ്പെടണം അവൻ്റെ കൂട്ടുകാരേനെയും കൂട്ടുകാരികളേനെയും. അങ്ങനെ എല്ലാവരും നമുക്ക് പരിചയപ്പെടണം. അങ്ങനെ പ്രമീള ടീച്ചർ നമുക്ക് നമ്മുടെ അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അതൊക്കെ കേട്ട് നമ്മളും ഒരു പാരൻ്റാണ്. അപ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം ടീച്ചർ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്ത് തന്നു. അങ്ങനെ കുട്ടികളെ കുറച്ച് നേരം പുറത്തൊക്കെ നിർത്തി എൻഗേജ്ഡ് ആക്കി. പിന്നെ അവിടെ പ്രതിജ്ഞ ഉണ്ടായിരുന്നു. പ്രതിജ്ഞ എടുക്കുന്ന നേരത്ത് എനിക്ക് എൻ്റെ ബാല്യകാലമാണ് കേട്ടോ ഓർമ്മ വന്നത്. അവിടെ നമ്മൾ സ്കൂൾ മുറ്റത്ത് ഇങ്ങനെ പ്രതിജ്ഞയ്ക്ക് കൈ നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ ചെയ്യുന്നതും എല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് ആ നിമിഷം വന്നു. അങ്ങനെ മക്കളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവർക്ക് സ്വീറ്റ്സ് വിതരണമൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ആദ്യം നല്ല വാശിയായി. അപ്പോൾ അതിനൊന്നും സാധിച്ചില്ല. അപ്പം അങ്ങനെ അവൻ്റെ കൂട്ടുകാരുമൊത്തുള്ള കുറച്ച് ഫോട്ടോസും പാരൻസായിട്ടുള്ള ഞങ്ങളുടെ ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് കേട്ടോ. അപ്പം ഇന്ന് പ്രവേശനോത്സവത്തിലേക്ക് പോയിട്ടുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ആശംസകൾ.